Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിൽ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടോ ഒരു ഇമേജ് അല്ലെങ്കിൽ വളരെ സിമ്പിളായ ഒരു സ്കെച്ച് യൂസ് ചെയ്ത് ഒരു 3D മോഡൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3D ക്യാരക്ടേഴ്സ്, ഫർണിച്ചേഴ്സ്, അങ്ങനെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് എടുക്കുന്ന മോഡൽസ് നമുക്ക് ഈ ടൂളിലൂടെ വളരെ ഈസിയായി അതിൻ്റെ ബേസ് മോഡൽ ക്രിയേറ്റ് ചെയ്യാനും തുടർന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് ആനിമേഷൻ റെഡി മോഡൽസ് ആക്കി മാറ്റുവാനും സാധിക്കുന്നതാണ്. 3D Max, Maya തുടങ്ങിയ ഏത് 3D സോഫ്റ്റ്വെയറിലേക്കും ഈ ടൂളിലൂടെ ജനറേറ്റ് ചെയ്യുന്ന 3D മോഡലുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഏതാണ് ഈ ഒരു ടൂൾ, ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ എച്ച് മീഡിയ 3D അക്കാഡമിയിൽ ഓൺലൈൻ ലൈവ് പേഴ്സണൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. 3D കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തും ഇമേജുകളിൽ നിന്നും 3D മോഡൽസിനെ ജനറേറ്റ് ചെയ്യുന്നതിനായി ട്രിപ്പോ 3D സ്റ്റുഡിയോ എന്ന ഈ ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ട്രിപ്പോ സ്റ്റുഡിയോ എന്ന AI പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ AI ടൂൾ യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്ത ഒരുപാട് 3D മോഡലുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. വളരെ ഈസി ഇൻ്റർഫേസ് ആണ് ഇതിനുള്ളത്. ഇവിടെ ഡിസ്ക്രൈബ് യുവർ 3D മോഡൽസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട മോഡലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് മോഡൽസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ മോഡലുകളെ ജനറേറ്റ് ചെയ്യുന്നതിനും ജനറേറ്റ് ചെയ്ത മോഡലുകളെ ഒരു 3D സോഫ്റ്റ്വെയറിൽ എന്ന പോലെ ആ മോഡലുകളെ വ്യൂ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും പാൻ ചെയ്യാനും സാധിക്കുന്ന ഒരു 3D വർക്ക് സ്പേസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമായി 3D വർക്ക് സ്പേസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ 3D വർക്ക് സ്പേസിൽ ലെഫ്റ്റ് സൈഡ് പാനലിൽ മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിനായുള്ള മെയിൻ സെറ്റിംഗ്സ് ആണ് നമുക്കിതിൽ കാണുന്നത്. ഇമേജ് ടു മോഡൽ, മൾട്ടി വ്യൂ ഇമേജ് ടു 3D, ബാച്ച് ഇമേജസ് ടു 3D, ടെക്സ്റ്റ് ടു മോഡൽ. നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഒരു മോഡൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ടു മോഡൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട മോഡലിനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് 3D മോഡലിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്കിതിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ഒരു 3D മോഡലിനെ ജനറേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് മോഡൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഡിസ്ക്രൈബ് എന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. എ സ്റ്റൈലൈസ്ഡ് ഫോക്സ് ക്യാരക്ടർ, സ്ലിം ബോഡി, ലാർജ് എക്സ്പ്രസീവ് ഐസ്, സോഫ്റ്റ് ഫർ ഡീറ്റെയിൽസ്, ഗ്രേ ബാക്ക്ഗ്രൗണ്ട്, ന്യൂട്രൽ സ്റ്റാൻഡിംഗ് പോസ്, സിനിമാറ്റിക് കളർ പാലറ്റ്, സോഫ്റ്റ് ലൈറ്റിംഗ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് 3D മോഡൽസിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ആനിമേഷൻ റെഡി ക്യാരക്ടേഴ്സായി ജനറേറ്റ് ചെയ്യണമെങ്കിൽ ടീപോസ് എന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മെഷ് ക്വാളിറ്റിയിൽ അൾട്രാ, സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. മെഷ് ക്വാളിറ്റിയിൽ അൾട്രാ സെലക്ട് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയി മോഡൽസിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 50 ക്രെഡിറ്റ്സ് ആണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 35 ക്രെഡിറ്റ്സ് ആണ് മോഡൽസിനെ ജനറേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റായി 3D മോഡൽസിൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തതായി ജനറേറ്റ് ഇൻ പാർട്സ് എന്ന ഈ ഒരു സെക്ഷനാണ്. മോഡൽസുകളെ ഈ റെഫറൻസിൽ കാണുന്ന പോലെ ഓരോ പാർട്സായി ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രീമിയം ഫീച്ചറാണ്. സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുക. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഇനി ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്ചർ എന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആകുന്നതായി നമുക്ക് കാണാവുന്നതാണ്. പാർട്സായി മോഡൽസിനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ടെക്സ്ചേഴ്സ് ഇല്ലാതെയാണ് മോഡൽസിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. മോഡൽസ് ജനറേറ്റ് ചെയ്ത ശേഷവും നമുക്ക് ടെക്സ്റ്റേഴ്സിനെ അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൈവസി എന്ന ഈ സെക്ഷനിൽ പബ്ലിക്, പ്രൈവറ്റ്, ഷെയറിംഗ് അങ്ങനെ 3 ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡലുകൾ പ്രൈവറ്റായി യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി
ടോപ്പോളജി സെറ്റിംഗ്സ് ആണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 3D മോഡൽ ഒരു സ്മാർട്ട് ലോ പോളി ആയി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡലുകൾ ലോ പോളിയായി ക്രിയേറ്റ് ആകുന്നതാണ്. ഇനി അടുത്തതായി ടോപ്പോളജി, കോഡ്, ട്രയാങ്കിൾ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. മോഡലുകളെ പാർട്സായി ജനറേറ്റ് ചെയ്യണമെങ്കിൽ ട്രയാങ്കിൾ എന്ന ഈ ഒരു ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. കോഡ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജനറേറ്റ് ഇൻ പാർട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആകുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ ട്രയാങ്കിൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി പോളി കൗണ്ട് ആണ്. ഇവിടെ നിന്നും ജനറേറ്റ് ചെയ്യുന്ന മോഡലിലെ പോളി കൗണ്ടിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ സ്മാർട്ട് ലോ പോളി എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ടിനായി ഓട്ടോ എന്ന ഈ ഒരു ഓപ്ഷനും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിനായി വേർഷൻ 3.0 എന്ന ലേറ്റസ്റ്റ് മോഡലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രീമിയം ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്ത കാരണം ഈ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യുന്നതിനായി 65 ക്രെഡിറ്റ്സ് ആണ് ഇതിൽ യൂസ് ആകുന്നത്. ഈ ഓപ്ഷൻസ് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ 15 ക്രെഡിറ്റ്സിൽ നമുക്ക് ഈ ഒരു മോഡൽ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു 65 ക്രെഡിറ്റ്സിൽ ഈ ഒരു മോഡലിനെ ജനറേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മോഡലിന്റെ ക്രിയേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഈ 3D വർക്ക് സ്പേസിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് മോഡൽസിനെ റൊട്ടേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാനും, സ്ക്രോൾ ഇൻ ചെയ്ത് സൂം ഇൻ ചെയ്യാനും, സ്ക്രോൾ ഔട്ട് ചെയ്ത് സൂം ഔട്ട് ചെയ്യാനും, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇതുപോലെ പാൻ ചെയ്ത് ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു 3D ക്യാരക്ടർ ഇതുപോലെ T പോസിൽ ഇവിടെ ജനറേറ്റ് ആകുന്നതായി കാണാവുന്നതാണ്. മോഡൽസിനെ ജനറേറ്റ് ചെയ്യുന്നതിനായി കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മളുടെ മോഡൽ ഒരു ലോ പോളിഗനായി ജനറേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വ്യൂ സെറ്റിംഗ്സിൽ ഇതിന്റെ ഷെയ്ഡിംഗ് നമുക്കിവിടെ സ്മൂത്ത് ആയോ ഇതുപോലെ ഫ്ലാറ്റ് ലോ പോളിഗൺ ആയോ നമുക്ക് ഇതിൽ നിന്നും വ്യൂ ചെയ്യാവുന്നതാണ്. കൂടാതെ നോർമൽ, കാർട്ടൂൺ, സ്കെച്ച്, ഹോളോഗ്രാം എന്നീ ഓപ്ഷൻസുകളും എനേബിൾ ചെയ്ത് നമ്മുടെ 3D ക്യാരക്ടറിനെ ഇതിൽ നിന്നും ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയി ഈ മോഡൽ ഇതുപോലെ ജനറേറ്റ് ആയിരിക്കുകയാണ്. പാർട്സ് ആയാണ് നമ്മൾ ഇതിൽ ജനറേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ സെഗ്മെന്റേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത മോഡലിനെ ഇതുപോലെ പാർട്സായി ഇതിൽ നിന്നും കാണാവുന്നതാണ്. അടുത്ത ടോപ്പോളജിയാണ്. ജനറേറ്റ് ആയ മോഡലിന്റെ ടോപ്പോളജി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഹൈ പോളിഗൺസ് ആയാണ് മോഡൽസിനെ ജനറേറ്റ് ചെയ്തതെങ്കിൽ ആ മോഡൽസിനെ ലോ പോളിഗനായി കൺവേർട്ട് ചെയ്യുന്നതിനായി ടോപ്പോളജി എന്ന ഈ ഒരു ഓപ്ഷനിൽ വന്ന് ഇതിൽ സ്മാർട്ട് ലോ പോളി എന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇതിന്റെ ടോപ്പോളജി ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ലോ പോളിഗൺ ആയാണ് ഈ ഒരു മോഡൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ടെക്സ്ചർ ജനറേഷൻ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മോഡലിലേക്ക് ടെക്സ്റ്റേഴ്സിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ടെക്സ്ചർ സ്റ്റൈൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തോ ഇവിടെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്നും സെലക്ട് ചെയ്തോ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റേഴ്സായും 4K റെസൊല്യൂഷനിലുള്ള ടെക്സ്റ്റേഴ്സായും മോഡൽസിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ മാജിക് ബ്രഷ്, ടെക്സ്ചർ അപ്സ്കെയിൽ, PBR ജനറേറ്റർ തുടങ്ങിയ ഓപ്ഷനുകളും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ജനറേറ്റ് ടെക്സ്ചർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ടെക്സ്റ്റേഴ്സിനെ ജനറേറ്റ് ചെയ്യാം. ഇതിൽ ടെക്സ്ചറിന്റെ ജനറേഷൻ ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മോഡൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ടെക്സ്ചറിന്റെ സ്റ്റൈലിൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഈ ഒരു ടെക്സ്ചറിനെ ഒരു PBR ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി ഒരു മോഡലിനെ നമ്മുടെ 3D സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരുന്നതിനായി എക്സ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഫോർമാറ്റ് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ 3D സോഫ്റ്റ്വെയറിലേക്ക് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് ടെക്സ്റ്റോട് കൂടി ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മോഡലിനെ ജനറേറ്റ് ചെയ്യുന്നത് കൂടാതെ അതിനെ ഇൻസ്റ്റന്റ് ആയി റിഗ് ചെയ്യാനും അതിന്റെ റെഡി ടു യൂസ് ആനിമേഷൻസ് ജനറേറ്റ് ചെയ്യാനും റിഗിങ് എന്ന ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓട്ടോ റിഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മോഡലിന്റെ റിഗിങ് ഓട്ടോമാറ്റിക്കായി നടക്കുകയാണ്. ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന മോഡലിന്റെ ഓട്ടോ റിഗ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്.
ഇനി ഇതിൽ അവൈലബിൾ ആയ ആനിമേഷൻ ടൈപ്സിൽ നിന്നും നമുക്ക് വേണ്ട ടൈപ്പ് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ആനിമേഷനോട് കൂടി ഈ മോഡലിനെ എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ മോഡൽ ആനിമേറ്റായി ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ ഒരു ടെക്സ്റ്റോ ഒരു ഇമേജോ യൂസ് ചെയ്ത് മോഡലിനെ ജനറേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്ത മോഡലുകളെ റിഗ് ചെയ്ത് റെഡി ടു യൂസ് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ട്രിപ്പോ സ്റ്റുഡിയോ എന്ന ഈ ഒരു AI പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.